ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സേഫായിട്ട് സുഖമായിട്ടും ഇരിക്കുന്നു കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 1 തേഴ്സ്ഡേ ആണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടും ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ഒന്നിൻ്റെ പേരിലും ഒരു കാരണവശാലും നമ്മൾ അഹങ്കരിക്കരുത്. ഒന്നിൻ്റെ പേരിലും നമ്മൾ ഒരാളെയും വിഷമിപ്പിക്കരുത്. നമ്മൾ കാരണം ഒരാളും വിഷമിക്കരുത്. കാരണം നമ്മളെല്ലാവരുടെയും സൗന്ദര്യവും ആയുസ്സും ആരോഗ്യ സമ്പത്തും എല്ലാം തന്നെ നഷ്ടപ്പെടാനായിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട എന്ന് പ്രകൃതി നമ്മളെ ഓരോ വർഷവും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ മാസം കർണാടക അങ്കോലയിലുണ്ടായ അർജുൻ്റെ തിരോധാനവും അതേപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മുടെ കേരളത്തിൽ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തവുമെല്ലാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അത് കാരണം ഒരുപാട് ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞു പോയിട്ടുള്ളത്. അവരെല്ലാവരും നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നു. അവർക്ക് നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു നിമിഷം നേരം കൊണ്ട് ഒരു ഒറ്റ പ്രകൃതി ദുരന്തം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കണ്ണീരോടെ നീറിക്കഴിയുന്നവരുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. അവർക്കെല്ലാം താങ്ങാനുള്ള മനക്കരുത്ത് ഭഗവാൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ മതങ്ങളെല്ലാം മറന്ന് നമുക്കിവിടെ മനുഷ്യരാവാം. നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ ജീവിതം ഇപ്പോൾ ഒരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും ജീവിതം ഇപ്പോൾ ഒരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ ജീവൻ ഒന്നും ഒരു ഉറപ്പുമില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നമ്മുടെ കൂടെയുള്ളവരെയും നമുക്ക് പറ്റുന്നവരെ നമുക്ക് സന്തോഷിപ്പിക്കാം. എല്ലാവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാം. വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ നമുക്ക് എല്ലാവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഇവിടെ ചെയ്യാവുന്ന പ്രാർത്ഥന മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ. എല്ലാവരും നല്ലതിന് വേണ്ടി നമുക്കിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. എല്ലാവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊന്നും ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന രക്ഷാപ്രവർത്തകർക്ക് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവരും നമ്മളെപ്പോലെ എല്ലാവരും മനുഷ്യരാണ്. അവർക്ക് നമ്മളെപ്പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകാം. അവരവരുടെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് നമുക്ക് വേണ്ടി ഇത്രയും ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അതിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാം. അവരെ ഭഗവാൻ രക്ഷിക്കട്ടെ. ഇനിയും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും എന്നും നല്ലത് വരട്ടെ. ഇനിയും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ശുഭദിനം.